പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ബെവ്കോയിൽ ഒരു പ്രീമിയം കൗണ്ടറിലൊക്കെ ഒരു മദ്യക്കുപ്പി കിട്ടണമെങ്കിൽ ഇനി ഈ നോട്ടുമായിട്ട് പോയിട്ട് കാര്യമില്ല, ഡിജിറ്റൽ പേയ്മെന്റ് മാത്രമേ നടക്കൂ. അതായത് നോട്ട് നിരോധിച്ചിരിക്കുന്നു. സകല പ്രീമിയം ബെവ്കോയുടെ കൗണ്ടറുകളിലൊക്കെ തന്നെ ഡിജിറ്റൽ പേയ്മെന്റ് മാത്രമേ സ്വീകരിക്കൂ. ആരാ ഇത് നടപ്പിലാക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് സർക്കാർ. നമ്മുടെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് പറയുന്നത് നിങ്ങൾ കേട്ടോക്കൂ. ഒരു 90% ആളുകളും അസംഘടിത മേഖലയിൽ ജീവിക്കുന്ന രാജ്യത്ത് ഡിജിറ്റലാവാൻ പറ്റത്തില്ല. എന്താ നമ്മുടെ മീൻ കച്ചവടക്കാരൻ ഈ ക്രെഡിറ്റ് കാർഡ് മേടിച്ച് മീൻ കൊടുക്കുമോ? നമ്മുടെ ആക്രിക്കാർ ചെയ്യോ? പച്ചക്കറിക്കാർ ചെയ്യോ? ഇതൊക്കെ ഒരു വാചകടിയാണ്. നിങ്ങൾ കേട്ടില്ലേ? പൊട്ടക്കിണറ്റിലെ തവളകളാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് എന്ന് പറയുന്നതിൽ ഒരു തർക്കം ആർക്ക് വേണ്ട. ഇവർക്ക് ഈ കേരളം വിട്ടാൽ വേറെ വല്ലതും അറിയോ? ഈ രാജ്യം എന്താണെന്നറിയോ? ഈ ലോകം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? ഒരു ധാരണയില്ല. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 ഡിജിറ്റൽ ഇന്ത്യ എന്ന പ്രഖ്യാപനം നടത്തുമ്പോ ഈ തോമസ് ഐസക്, നമ്മുടെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന്റെ ഒക്കെ നിലവാരവും വിവരവും നിങ്ങൾ പ്രത്യേകം ചിന്തിക്കേണ്ടതാ. എന്താ പറയുന്നത്? മീൻ കച്ചവടക്കാര്, അതേപോലെ തന്നെ പച്ചക്കറി കടക്കാര്, രാജ്യത്ത് 90% അസംഘടിത മേഖലയിലുള്ള ആളുകളാണ്. ഇവരൊക്കെ എങ്ങനെ ഡിജിറ്റൽ ഇതൊക്കെ വെറുതെ എന്തെങ്കിലും പറയാ? ആ ഒരു രീതിയിൽ നരേന്ദ്രമോദിയെ പുച്ഛിച്ചതാ നിങ്ങൾ ഈ കേട്ടിട്ടുള്ളത്. കാലം മറുപടി പറയാതെ ഒന്നും മുന്നോട്ട് പോല. കാലം ഇത്തരം പൊട്ടത്തരങ്ങൾക്കൊക്കെ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി കാലം കൊടുത്ത മറുപടിയാ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ബെവ്കോയിൽ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു മദ്യക്കുപ്പി കിട്ടണമെങ്കിൽ പോലും ഇനി ഡിജിറ്റൽ പേയ്മെന്റിലൂടെ മാത്രമേ നടത്തൂ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നോട്ട് നിരോധിക്കുക. എന്താ സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ നോട്ട് പോലും നിരോധിച്ചിട്ട് ഡിജിറ്റൽ പേയ്മെന്റ് എന്ന് ഉറക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാ. കാലം കൊടുത്ത് എത്ര സുന്ദരമായിട്ടുള്ളൊരു മറുപടിയാ. നരേന്ദ്രമോദി എത്രത്തോളം പുച്ഛിച്ചിരുന്നു 2014. ശരിയാണ്, ഈ തോമസ് ഐസക് ഒക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോ ആ കാലത്ത് അസംഘടിത മേഖലയാണ്. രാജ്യത്ത് 50%-ലധികം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് പോലുമില്ല. ആ സമയത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തെ ജനതയോടങ്ങ് പ്രഖ്യാപിക്കുക, ഡിജിറ്റൽ ഇന്ത്യ, ഡിജിറ്റൽ മണി, ഡിജിറ്റൽ പേയ്മെന്റ് ആണ് ഇനി രാജ്യത്ത് ഇനി നടക്കാൻ പോകുന്നത്. ഇത് ലോകത്ത് മറ്റൊരു സ്ഥലത്തുമില്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഗൾഫ് രാജ്യങ്ങളിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലോ ഇത് കേട്ടുകേൾവി പോലുമില്ല ഈ ഡിജിറ്റൽ പേയ്മെന്റ് എന്ന് പറയുന്നതിനെ കുറിച്ച്. നമുക്കറിയാം, സഭയില് മുൻ ആഭ്യന്തരമന്ത്രി, മുൻ ധനകാര്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് പി ചിദംബരം സഭയിൽ നിന്ന് ഇതേ ശൈലിയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചിരുന്നോ? ഡിജിറ്റൽ മണിയോ? എങ്ങനെ ഇന്റർനെറ്റ് എത്തും? എങ്ങനെ വൈഫൈ എത്തും? എങ്ങനെ ഒരു പച്ചക്കറിക്കാര്, ഒരു മീൻ കച്ചവടക്കാര്, സാധാരണക്കാര് എങ്ങനെ ഡിജിറ്റൽ പേയ്മെന്റ് നടത്തും? എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പ്രധാനമന്ത്രിയെ തോന്നിയത് പറഞ്ഞു. എന്നാൽ ദീർഘവീക്ഷണമുള്ള നമ്മുടെ ഭരണാധികാരി നരേന്ദ്രമോദിക്ക് 2047 അദ്ദേഹം സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് നമ്മുടെ ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുക എന്ന വലിയ സ്വപ്നവുമായിട്ടാ അദ്ദേഹം മുന്നോട്ട് പോയത്. അദ്ദേഹം ഉറച്ച നിലപാടോടുകൂടി 2014 ഇത്തരം പരിഹാസങ്ങൾക്ക് മേലിൽ കൃത്യമായിട്ട് വീണ്ടും 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 പ്രഖ്യാപിച്ചോ, ഡിജിറ്റൽ ഇന്ത്യ, ഡിജിറ്റൽ പേയ്മെന്റ് രാജ്യത്ത് നടപ്പിലാവും. ആ ദൃഢനിശ്ചയത്തിന് മുന്നിൽ രാജ്യത്തെ 140 കോടി ജനങ്ങളും ആ ഒരു സംവിധാനത്തെ അങ്ങ് അംഗീകരിച്ചു. എങ്ങനെ അംഗീകരിച്ചു? അത് കൃത്യമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്തു. എങ്ങനെ? 50%-ലധികം ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത 140 കോടിയിലധികം ജനങ്ങളുള്ളൊരു രാജ്യത്ത് ഒരു ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയുടെ സുന്ദരമായ വിപ്ലവകരമായിട്ടുള്ളൊരു വികസനമല്ലായിരുന്നു ഈ ഡിജിറ്റൽ മണി, ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. അദ്ദേഹം ബാങ്ക് അക്കൗണ്ടുകൾ രാജ്യത്തുടനീളം പ്രഖ്യാപനം നടത്തി. ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ആളുകൾക്ക്
സൗജന്യമായിട്ട് ബാങ്കുകൾ ഇന്ന ബാങ്കുകൾ സൗജന്യമായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ വിതരണം ചെയ്തു തുടങ്ങണമെന്ന്. ബാങ്ക് അക്കൗണ്ടുകൾ എണ്ണയിട്ട യന്ത്രം പോലെ ബാങ്ക് അക്കൗണ്ടുകൾ സാധാരണക്കാർക്ക് വേണ്ടി രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും തുറന്നു കൊടുത്തു. അക്കൗണ്ടുകൾ തുറക്കൽ തുടങ്ങി. ഈ സമയത്തൊരു വലിയ സൗജന്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതായത് ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുന്നവർക്ക് അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് ലഭിക്കുമെന്നത് ഉൾപ്പെടെ വലിയ പ്രഖ്യാപനങ്ങൾ വലിയ രീതിയിൽ നടപ്പിലാക്കി തുടങ്ങി. എന്നിട്ടും ഈ 50% ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ല എന്ന ഈ രാജ്യം പ്രത്യേകിച്ചൊരു വലിയ മാറ്റങ്ങളിലേക്കൊന്നും എത്തിയില്ല. ഇത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ മനസ്സിലാക്കി. രണ്ടാമത്തെ വലിയ വിപ്ലവകരമായിട്ടുള്ള പ്രഖ്യാപനമാണ് പിന്നീട് ഈ രാജ്യം കണ്ടത്. ഓരോ പദ്ധതികളും രാജ്യത്തെ ജനതയുടെ കയ്യിലേക്ക് നേരിട്ടതിന്റെ ആനുകൂല്യമെത്തും. PM കിസാൻ പോലെയുള്ള പദ്ധതികൾ രാജ്യത്ത് കർഷകരിലേക്ക് നേരിട്ട് പണമെത്തും. അതിന് ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമാണ്. സൗജന്യമായിട്ട് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് അക്കൗണ്ടുകൾ എടുക്കൂ എന്ന വലിയ പ്രഖ്യാപനം നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിനെ തുടർന്ന് വലിയ രീതിയിൽ രാജ്യത്ത് ബാങ്ക് അക്കൗണ്ടുകൾ, രാജ്യത്ത് പ്രത്യേകം ഓർക്കണം, ബഹുഭൂരിപക്ഷം കൃഷിക്കാരുള്ള ഒരു രാജ്യത്ത് ബാങ്ക് അക്കൗണ്ടുകൾ സാധാരണക്കാര് മണിക്കൂറുകൾ കൊണ്ട് സാധാരണക്കാര് ബാങ്ക് അക്കൗണ്ടുകൾ സ്വന്തമാക്കുക. പിന്നീട് നമ്മൾ രാജ്യത്ത് ഒരു വിപ്ലവകരമായ വികസനം കണ്ടു. 90% ആളുകൾ ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു കഴിഞ്ഞു. ഇതിലൂടെ പതുക്കെ രാജ്യം ഡിജിറ്റൽ പേയ്മെന്റിലേക്ക്, ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ രാജ്യം നടന്ന് കയറി. ഡിജിറ്റൽ ഇന്ത്യ, ഡിജിറ്റൽ പേയ്മെന്റ്, ഡിജിറ്റൽ മണി എന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾ പോലും അറിയാതെ അത് ഇംപ്ലിമെന്റ് ആയി. ഗൾഫ് രാജ്യങ്ങള്, യൂറോപ്യൻ രാജ്യങ്ങള്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങള് നമ്മുടെ രാജ്യത്തെ ഉറ്റുനോക്കുക. 140 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടുകളെ ബന്ധിപ്പിച്ച് ഒരു തെറ്റുപോലും സംഭവിക്കാതെ സെക്കൻഡുകൾക്ക് കൊണ്ട് കോടാനുകോടി രൂപ എങ്ങനെ കൈമാറ്റം നടക്കുന്നു. ആ UPI സംവിധാനത്തെ, അതായത് ഫോൺ പേ, പേടിഎം, ഗൂഗിൾ പേ, ഇങ്ങനെയുള്ള UPI സംവിധാനം എങ്ങനെ രാജ്യത്ത് നടപ്പിലാവുന്നു എന്ന് ലോകം നമ്മുടെ രാജ്യത്തെ ഉറ്റുനോക്കുന്നു. കാരണം എന്താ? ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് എന്താണ് ചെയ്തിട്ടുള്ളത്, എന്താണ് ഇത്രത്തോളം വലിയൊരു വിപ്ലവകരമായ വികസനം എന്നുള്ളത് ലോകം ഉറ്റുനോക്കി. വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്കറിയാം നമ്മുടെ രാജ്യത്തെ UPI സംവിധാനം പോലെ സുഖകരമായിട്ട് പണമിടപാട് നടത്താൻ ഇന്നും യൂറോപ്പിലോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലോ ഗൾഫ് രാജ്യങ്ങളിലോ നടക്കുന്നില്ല. ഈ UPI സംവിധാനമാണ് ഇത്രത്തോളം സാധാരണക്കാർക്ക് വലിയ രീതിയിൽ ഈ പണമിടപാട് നടത്താൻ സാധിക്കും. ഇത് നരേന്ദ്രമോദി ലോകത്തിന് കൊടുത്തൊരു സംഭാവന. ഞാനൊരു കാര്യം എടുത്തു പറയാം. 1990കളിൽ ഈ P ചിദംബരവും തോമസ് ഐസക്കൊക്കെ നരേന്ദ്രമോദിയെ കളിയാക്കി എന്നല്ല പറയുന്നത്. ഈ 2014 ഡിജിറ്റൽ പേയ്മെന്റിനെ കുറിച്ച് പറഞ്ഞ്, ഡിജിറ്റൽ മണിയെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രിയെ പരിഹസിച്ചായിരുന്നു രാജ്യത്തെ പ്രതിപക്ഷം മുന്നോട്ട് പോയത്. ഈ പ്രതിപക്ഷത്തുള്ള സകലരോടും പറയാനുള്ളത്, ഈ പ്രതിപക്ഷത്തേക്ക് വിശ്വസിക്കുന്ന സകലരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചിന്തിക്കുന്ന, രാജ്യത്ത് പ്രഖ്യാപിക്കുമെന്ന് പറയുന്ന ഒരു വിഷയത്തെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ, നരേന്ദ്രമോദി എന്താണ് സ്വപ്നം കാണുന്നത് എന്നത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു കോൺഗ്രസ്സുകാരനോ നേതാക്കന്മാരെ കാര്യമാണ് ഒരു 12 വർഷമെങ്കിലും എടുത്താലേ നരേന്ദ്രമോദി എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും. ഡിജിറ്റൽ മണിയെ കുറിച്ച് ഈ അടുത്താണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒന്ന് മനസ്സിലാക്കിയത് പോലും. രാജ്യത്ത് ഈ ഒരു വിപ്ലവകരമായ വികസനം നടന്ന് ഇതിനെതിരെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇന്ന് ഡിജിറ്റൽ മണിയെ കുറിച്ച് അഭിമാനത്തിൽ സംസാരിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ അഭിമാനത്തിൽ ഇന്ന് ഡിജിറ്റൽ പേയ്മെന്റിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതുകൊണ്ടൊക്കെ പറയുന്നത്, ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി രാജ്യം ഭരിച്ചാലേ രാജ്യം പുരോഗതിയിലേക്ക് പോകൂ. ഒരു കമ്മ്യൂണിസ്റ്റുകാർക്കും രാജ്യം ഒരിക്കലും ഡെവലപ്പ് ആവേണ്ട, ഒരു സ്ഥലവും ഡെവലപ്പ് ആവരുത്. അവർക്ക് ദാരിദ്ര്യമുണ്ടെങ്കിലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അതൊരു യാഥാർത്ഥ്യ. കോൺഗ്രസ്സുകാർക്ക് ഒരു ഡിജിറ്റൽ പേയ്മെന്റിനെ കുറിച്ചും ഒരിക്കലും ചിന്തിക്കാനേ പറ്റില്ല. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കക്കുക, മുക്കുക, നക്കുക എന്നുള്ളതാണ്. അവർക്ക് കട്ടുമുടിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 10-65 വർഷക്കാലം രാജ്യം ഭരിച്ച കോൺഗ്രസ് അവരുടെ കുടുംബമല്ലാതെ രാജ്യത്തെ ഏതെങ്കിലും രീതിയിൽ വളർത്താൻ അവര് ശ്രമിച്ചിട്ടുണ്ടോ?
എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിയത് മുതൽ നമ്മുടെ രാജ്യം സമാനതകളില്ലാത്ത രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ലോകം തന്നെ നമ്മുടെ രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് ഉറ്റുനോക്കല്ലേ. 2047 വികസിത ഭാരതം എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും വെറുതെയല്ല. 2047 ആവുമ്പോഴേക്ക് നമ്മുടെ ഭാരതം വികസിത ഭാരതമാവും എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. രാഹുൽ ഗാന്ധിയൊക്കെ ഇടക്കും തലക്കും പ്രധാനമന്ത്രിക്കെതിരെ തോന്നിയ മണ്ടത്തരം പറയുന്നുണ്ട്. ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞാല് പ്രധാനമന്ത്രി എന്തായിരുന്നു പറഞ്ഞത് എന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മനസ്സിലാവും. അത്രേ കോൺഗ്രസ്സുകാർക്ക്, രാജ്യത്തെ പ്രതിപക്ഷത്തിന് വകതിരിവുള്ളൂ എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.